സ്റ്റോപ്പ്. അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളൊരു കുറ്റവാളിയൊന്നുമല്ല. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ആദിത്യനാണിത്. അപ്പം ആദിത്യന്റെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്കറിയണ്ടേ? നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. എന്ന് പറയുന്നത് സ്വിമ്മിങ് അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ 2 കൈയും വിലങ്ങി ചെയ്ത് നീന്തുക എന്ന് പറയുന്നത് വേറിട്ട് നിൽക്കുന്ന ഒരു ടാലൻറ്റ് തന്നെയാണ്. അങ്ങനെ 11 കിലോമീറ്റർ 2 കൈയും വിലങ്ങിട്ട് നീന്തി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 9 ക്ലാസ്സുകാരൻ ആദിത്യനും ആദിത്യൻ്റെ കുടുംബവും കൂട്ടുകാരുമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഹായ്. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരു താരമായി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു സന്തോഷം ഞങ്ങളോട്ട് പങ്കുവെക്കാൻ സാധിക്കുന്നത്? സന്തോഷമുണ്ട്. എങ്ങനെയാ ഈ ഒരു കൊച്ചിലോട്ട് തുടങ്ങിയാണോ നീന്തലൊക്കെ? അല്ല, 2 വർഷമായുള്ളൂ. 2 വർഷമായുള്ളൂ. കൊച്ചിലോട്ട് അറിയില്ലായിരുന്നു, നീന്തൽ അറിയില്ലായിരുന്നു. അപ്പൊ എങ്ങനെ ഇതിനൊരു അപകടകരമായ ഒരു സൈഡ് ഉണ്ടല്ലോ? പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന താരമായിട്ട് നിൽക്കുവോ ഇപ്പൊ? എന്തോരം സന്തോഷമുണ്ടെന്ന് ഞങ്ങളോട്. സന്തോഷം ഒരുപാടുണ്ട്. ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് വിട്ടല്ലായിരുന്നു, നീന്തൽ അറിയില്ലായിരുന്നു. അപ്പൊ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അച്ഛൻ കൊണ്ട് വിട്ടതാണ്. അപ്പൊ സാറ് പറഞ്ഞു ഇങ്ങനെ ഇതിനുള്ള കഴിവുണ്ട്, ഇങ്ങനെ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് 2 മണിക്കൂറിനുള്ളിൽ നീന്തി കയറുമെന്നാണ് പറഞ്ഞത്. 2 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ 1 മണിക്കൂർ 35 മിനിറ്റും കൊണ്ട് ആള് പെട്ടെന്ന് ഇങ്ങനെ വെച്ച് നീന്താന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു പേടി തോന്നിയിരുന്നു? പേടി ഉണ്ടായിരുന്നു. പക്ഷെ സാറുള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. സാറൊപ്പം കയ്യാക്കലുണ്ട്, നമ്മൾ കൂടെ വള്ളത്തിൽ പോകാൻ നമുക്ക്. അതുകൊണ്ട് അങ്ങനെ കുഴപ്പമുണ്ടായില്ല. ഇടയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അടിയൊഴുക്കുള്ളതുകൊണ്ട് ഇങ്ങനെ കുറച്ചു നേരം താമസിച്ചു, പുറകോട്ട് വലിക്കുമായിരുന്നു. പിന്നെ ഒരു കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് നീന്തി കയറി. അതുകൊണ്ടൊരു നീന്തി കയറി. സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ, അത്രേ പറയാനുള്ളൂ. ഇനിയും ഇപ്പം 11 കിലോമീറ്റർ ഇപ്പം നീന്തിന്ന് പറഞ്ഞേ, ഇതിലും കൂടുതലൊരു നീന്താൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ വിടാം, തയ്യാറാണ്. ഓക്കെ. ഇപ്പം നമ്മുടെ നാട്ടുകാരൊക്കെ ചേരുന്നുണ്ട്. സോ എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നമുക്ക് നാട്ടുകാർക്കും അയൽവക്കക്കാർക്കും ഒക്കെ ഒത്തിരി അഭിമാനമാണ്. ആദിത്യന് ആശംസകളുണ്ട്. അതുപോലെ ആദിത്യൻ്റെ പേരൻസിനും ഒത്തിരി അഭിനന്ദനാർഹമാണ്. പിന്നെ ഇനിയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് പ്രചോദനം ആണ് ആദിത്യൻ. അതെ, നാട്ടുകാർക്ക് പ്രോത്സാഹനം. ഞങ്ങളും ഈ നീന്തൽ പഠിക്കണേ പറ്റി ചിന്തിച്ചു തുടങ്ങി. ഞങ്ങൾക്ക് പ്രായമൊന്നും ഭേദം അല്ല. കാരണം അവിടെ 58 ഇതിലും സമയം എടുത്ത് നീന്തി റെക്കോർഡ് മേടിച്ചെന്ന് കേട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ഇവിടെ പലരും പറഞ്ഞു കേട്ടു നമ്മളും പോയാൽ നീന്തൽ പഠിക്കുമെന്ന്. അപ്പോൾ എല്ലാവരും ഉത്സാഹത്തിലാണ്. പ്രോത്സാഹനം ആദിത്യൻ. ഓക്കെ. ഇപ്പം നിരവധി സമ്മാനങ്ങൾ, ട്രോഫികളെല്ലാം വീട്ടിൽ കണ്ടു. ഏതൊക്കെ ഒന്ന് എടുത്തു പറഞ്ഞേ? എന്തൊക്കെ വിൻ ചെയ്താൽ എന്തൊക്കെ അവാർഡ്സാണ് കിട്ടിയിരിക്കുന്ന നിലവിൽ? മറ്റേ സ്റ്റേജിൽ വെച്ച് കുറെ കിട്ടി. പിന്നെ ഇവിടെ ഈ MLA വീട്ടിൽ വന്ന് നന്നായിരുന്നു. പിന്നെ BJPയുടെ പരിപാടിക്ക് വന്നായിരുന്നു. സ്കൂളിൽ നിന്ന് കിട്ടിയായിരുന്നു. സ്കൂളിൽ നിന്നുള്ളൊരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? സ്കൂളിൽ ഇപ്പോൾ ഒരു താരമല്ലേ? എന്താണ് സ്കൂളിലെ എല്ലാവരുടെ ഒരു അഭിപ്രായം? സ്കൂളിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ടീച്ചർമാരും HM ഒക്കെ മാനേജറും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാ. അവരവിടെ വരികയൊക്കെ ചെയ്തായിരുന്നു. ഭയങ്കര സപ്പോർട്ടാണ്. ഇത് രണ്ടാമത്തെ ആള്. എന്താ പറയാനല്ലേ ചേട്ടനാണ്ടേ? നല്ല സന്തോഷമായി നീന്തി കയറിയപ്പോ. ചേട്ടനോട് നീന്തൽ പഠിപ്പിക്കാൻ പറ. നീന്തൽ അറിയോ? എനിക്കറിയാം. നീന്തൽ അറിയാം. ചേട്ടനാണോ പഠിപ്പിച്ചേ? അല്ല, തനിയെ പഠിച്ചു. ഞാൻ റെക്കോർഡ് എടുത്തതാ. റെക്കോർഡ് എടുത്തതാണോ? എന്ത് റെക്കോർഡ് കിട്ടിയേ? വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്. ആണോ? അപ്പൊ 2 താരങ്ങളാണ് ഒരു വീട്ടിലുള്ളത് അല്ലേ? ഒക്ടോബർ 12. ഒക്ടോബർ 12. അപ്പോൾ ഈ ആദിത്യൻ മാത്രമല്ല, ആദിത്യന്റെ അനിയത്തിയും ഒരു താരം തന്നെയാണ്. സോ നമുക്കിനി ആദിത്യനെ കുറിച്ചൊന്ന് നീന്തിക്കാൻ പോവാ. കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. റെഡിയാണ് എല്ലാത്തിനും. ഓക്കെ. നമ്മളിപ്പോ ഈ പോകുന്ന പുഴയിൽ ഇവിടെയാണോ സ്വിമ്മിങ് പഠിച്ചേ? ഇല്ല, ആദ്യം ഈ കോതമംഗലത്തെ ഒരു സ്വിമ്മിംഗ് പൂളായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് മാറ്റിയായിരുന്നു. ഓക്കെ. ഇവിടെയാണ് അപ്പം ബാക്കിയെല്ലാം അല്ലേ പ്രാക്ടീസ് ഒക്കെ? എന്താ ഈ സ്വിമ്മിങ് അല്ലാണ്ട് ആദ്യത്തിന്റെ വേറെ ഹോബീസ് ഒക്കെ ഉണ്ടോ? ഫുട്ബോള് കളിക്കോ? ഫുട്ബോള് പിന്നെ പറഞ്ഞോ? അത്രയൊക്കെ ഉള്ളൂ, വേറൊന്നുമില്ല. ഫുട്ബോൾ ആരെ ഏറ്റവും ഇഷ്ടമായ ഫാൻ? ആരുടെ? മെസ്സിയുടെ ഫാനാണോ? മെസ്സിയുടെ ഫാനാ. അപ്പൊ ഫുട്ബോള് കളിയൊക്കെ കാണോ? കളിയൊക്കെ. സ്കൂളിലപ്പോ എങ്ങനെ കുറെ ഫാൻസ് ഒക്കെ ആയോ? ഇപ്പം വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ കിട്ടിയിട്ട് നിൽക്കല്ലേ? ഫാൻസ് ഒക്കെ ആയോ? കുഴപ്പമില്ല. ഗേൾസ് ഒക്കെ ഫാൻസ് കിട്ടിയോ? ഇല്ല. എന്നാലും ആരെങ്കിലും ഒക്കെ വന്ന് അപ്രോച്ച് ചെയ്യാറുണ്ടോ? അടിപൊളിയാന്നൊക്കെ പറഞ്ഞു വരാറുണ്ടോ? വരാറുണ്ട്.
കാണുമ്പോ മറ്റേ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും എന്നൊക്കെ പറയുന്ന പോലെ ആദ്യത്തിന് ഇപ്പൊ വെള്ളം കണ്ടപ്പോഴേ ചാടാൻ തോന്നുമോ? ചില സമയത്ത് ഇപ്പൊ ഞാൻ പറയട്ടെ, വെള്ളത്തിനടിയിൽ നീന്തുമ്പം ഇപ്പം എന്തെങ്കിലും പേടിയോ തോന്നാറുണ്ടോ? ആദ്യത്തിന് ഇപ്പം പണ്ട് തൊട്ടേ നീന്തത്തില്ലായിരുന്നു, 2 വർഷമായി പഠിച്ചെടുത്ത് നീന്തിയതാ. വെള്ളത്തിനടിയിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പാമ്പ് വരുമോ അങ്ങനെ എന്തെങ്കിലും പേടിയൊക്കെ ഉണ്ടോ? ഇല്ല, തോന്നാറില്ല. അതിനാ അങ്ങനെ തോന്നാറില്ല, ഒരു പേടിയില്ല. എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുമ്പോ എന്താ ചെയ്യുന്നേ? എങ്ങനെ നീന്താൻ നേരത്തെ അടിയിൽ ഇങ്ങനെ മറ്റേ ചുഴിയൊക്കെ വരില്ല? അപ്പൊ ആ ഒരു ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഓവർകം ചെയ്യാനൊക്കെ അറിയോ? അതായത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ? അതൊക്കെ അറിയായിരിക്കുമല്ലേ സ്വിമ്മിങ്ങിൽ? ഓക്കെ, ഇത്ര എക്സ്പീരിയൻസ് ആയില്ല, അപ്പൊ എന്നായാലും അറിയായിരിക്കും. ഇവിടുന്നാണോ ചാടുന്നേ? എന്നിട്ട് അങ്ങേറ്റം പോയിട്ട് തിരിച്ചു വരും. ഇപ്പൊ ഈ പിള്ളേരൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരാ? ഇവളിനി അടുത്ത നീന്തല് 7 കിലോമീറ്റർ. 7 കിലോമീറ്റർ ഈ വൈകുന്ന 29-ന്. 29-ന്. അപ്പൊ ഇങ്ങനെ കുഞ്ഞു പിള്ളേർ തൊട്ട് നല്ല ഏജ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ടല്ലേ? അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ആദിത്യൻ്റെ സ്വിമ്മിംഗ് കോച്ച് മിസ്റ്റർ ബിജു സാറാണ്. അപ്പോൾ സാർ, എങ്ങനെയാണ് ഇപ്പോൾ ആദിത്യൻ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഇപ്പോൾ ആദ്യത്തിന് ഇപ്പോൾ 24ാമത്തെ കുട്ടിയാണ് വേൾഡ് റെക്കോർഡ് നേടുന്നത്. സാഹസിക നീന്തലിൽ 24ാമത്തെ കുട്ടിയാണ് ആദിത്യ. നമ്മളിപ്പം ആദിത്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരം, അതായത് കൈകൾ ബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദൂരം നീന്തിയത് ആദിത്യനാണ്. 11 കിലോമീറ്ററാണ് ആദിത്യൻ നീന്തിയേക്കണത്. ആദിത്യന് ഏകദേശം ഒരു 6-7 മാസമായി ഇവിടെ ഇതിന് വേണ്ടിയുള്ള ട്രെയിനിങ് തുടങ്ങിയിട്ട്. നീന്തൽ പഠിക്കാൻ 2 വർഷം മുമ്പ് വന്നതാണ്. അപ്പോൾ ആദിത്യനോട് ചോദിച്ചു ഇങ്ങനെ താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആദിത്യനെ നമ്മൾ ഇതിനകത്തേക്ക് അങ്ങ് ഇറക്കി. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ആദിത്യൻ 11 കിലോമീറ്റർ, അതും നമ്മൾ ഉദ്ദേശിച്ച സമയത്തേക്കാൾ കൂടുതൽ, ഞാനൊരു 2.5 മണിക്കൂറൊക്കെയാണ് ഉദ്ദേശിച്ചത്, അതിലും കൂടുതൽ സമയത്താണ് ആദിത്യൻ നീന്തി കയറിയത്. അപ്പോൾ ഇത് ചലഞ്ചിങ് അല്ലേ, ഈ കൈ ഇങ്ങനെ പുറകിൽ കെട്ടി വെച്ച് നീന്താന്ന് പറയുന്നത്? കൈ ഫ്രണ്ടിലാണ് കെട്ടുന്നത്. കൈ കെട്ടി നീന്താന്ന് വെച്ചാൽ സാഹസിക നീന്തലാണ് നമ്മളെല്ലാം ചെയ്യണത്. അപ്പം സാഹസിക നീന്തലിൽ നമ്മൾ ഒരാൾ ചെയ്യാത്ത ദൂരമോ അല്ലെങ്കിൽ ഈ ലോകത്ത് മറ്റൊരാൾ ചെയ്യാത്ത ദൂരത്തോ സമയം കുറച്ചോ ചെയ്താൽ മാത്രമേ റെക്കോർഡായിട്ട് അംഗീകരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇപ്പം നമ്മൾ കൂടുതലും നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഇപ്പം ഈ റെക്കോർഡ് ഇങ്ങനെ മേടിച്ചത്. UK എന്നാണ്, ഇംഗ്ലണ്ടിലാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ അവിടുന്ന് ഇപ്പം നമ്മുടെ കുട്ടികളാണ് മേടിക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയും പെൺകുട്ടിയും ആൺകുട്ടിയും നമ്മുടെ കുട്ടികളാണ്. അതായത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയും നമ്മുടെയാണ്. 62 വയസ്സുള്ള ഒരു തൃശ്ശൂരുകാരി കുഞ്ഞമ്മ ചേച്ചിയാണ് വേൾഡ് റെക്കോർഡ് നമ്മൾ നേടിയിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ റെക്കോർഡുകൾ കുറേ ഇപ്പം നമ്മുടെ ഇവരിൽ തന്നെയുണ്ട്. ഇപ്പോൾ 11 കിലോമീറ്റർ ഇപ്പോൾ നേടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലും കൂടുതൽ എന്തോരം വരെ പോകാം? കുട്ടികൾ പേരൻസും അവർ വില്ലിങ്ങാണ്. ഞാൻ എത്ര കിലോമീറ്റർ വരെയും പോകും, എനിക്കങ്ങനെ ദൂരമില്ല. പ്രാക്ടീസ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, റെക്കോർഡ് മേടിക്കാനും ഞാൻ തയ്യാറാണ്. പിന്നെ ഇപ്പോൾ പുതിയ കുട്ടികൾ വരിക, അപ്പോൾ നമ്മൾ ദൂരം കൂട്ടിയെടുക്കും, സ്റ്റാമിന കൂട്ടിയെടുത്തിട്ടാണിത്. ഇവർക്കൊക്കെ ആണെങ്കിലും നീന്തി കഴിയുമ്പോൾ ഒരിക്കലും ഒരു കിതപ്പോ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അവർ നമ്മൾ കുളിച്ചിട്ട് കയറി വരുന്ന മാതിരിയാണ് കയറി വരുന്നത്. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും നമ്മുടെ കുട്ടികളെ ആണെങ്കിൽ തന്നെയും ഒരു റോഡ് ക്രോസ് ചെയ്യാൻ സമ്മതിക്കില്ല ഇല്ലേ? ആ സമയത്താണ് വേമ്പനാട്ടുകാരിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകൊച്ചും 1ൽ പഠിക്കുന്ന ഒരു പെൺകൊച്ചും വേമ്പനാട്ടുകാരിൽ 7 കിലോമീറ്റർ ദൂരം നീന്തിയത്. അപ്പോൾ അവരുടെ മാതാപിതാക്കളല്ലേ അതിനകത്ത് മെയിൻ ക്രെഡിറ്റ് തന്നെ. കാരണം നമ്മൾ പറഞ്ഞു, അവർ വിട്ടു തന്നു, നമ്മൾ ചെയ്യിപ്പിച്ചു അല്ലേ? അപ്പോൾ ആ അത്രയും ഒരു കുട്ടിയെ നീന്തി ഇപ്പം 3 മണിക്കൂർ 45 മിനിറ്റ് സമയം എടുത്തു നീന്തി എത്താൻ. കാരണം കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥയായിരുന്നു. പക്ഷെ നമ്മൾ എടുത്ത ഡേറ്റിൽ നിന്ന് നമ്മൾ മാറാട്ട് നമ്മളും തയ്യാറായില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യിപ്പിച്ചു. ആ കൊച്ച് ആ 3 മണിക്കൂർ 45 മിനിറ്റ് കയറിയിട്ടും യാതൊരു കുഴപ്പമില്ലാണ്ട് കൂസലില്ലാണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ കയറി പോകുന്നു. ആദിത്യ, അപ്പോൾ സാറിനെ കുറിച്ച് എന്താ പറയുക? സാറിൻ്റെ ഒരു ടീച്ചിങ് എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? സാറ് പറഞ്ഞതിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നേരത്തെ സാറ് കയാക്കിലോ കൂടെ വരും. എല്ലാത്തിലും സപ്പോർട്ടായിട്ടുണ്ട്. ആണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ആദിത്യൻ സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് നമ്മളിവിടെ റെഡിയാണ്. അപ്പം നമ്മൾ ആദിത്യൻ കൈയൊക്കെ കെട്ടി വെച്ച് നീന്തുന്നത് നമുക്കൊന്ന് നേരിട്ട് കാണണ്ടേ? അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മൾ വെലം കണിയിച്ച് ആദിത്യനെ തൂക്കാനല്ല മുക്കാൻ പോവാണ്. സോ അപ്പം സാർ അണിയിച്ചോളൂ.
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.